ലോക IT ഭീമനായ IBMുമായി സഹകരിച്ചുകൊണ്ട് കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന കോൺക്ലേവ്. അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺക്ലേവ്, ഇന്റർനാഷണൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺക്ലേവ്. അതിന്റെ കാഴ്ചകൾ കൂടി നമുക്കൊന്ന് കാണാം. അതിനുശേഷം വിഴിഞ്ഞത്തെ ഈ കപ്പലിലേക്ക് നമുക്ക് തിരികെ എത്താം. ഗായത്രി നമ്മളോടൊപ്പം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് സമഗ്ര വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. ഗായത്രി, ഗുഡ് മോർണിംഗ്. ഏറ്റവും മനോഹരമായ ഒരു നിമിഷത്തിലാണ്. കാരണം രാജ്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് അറിഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊരു കോൺക്ലേവ് സംഘടിപ്പിക്കുകയാണ്. മാറുന്ന കാലത്തോടൊപ്പം കേരളം ഇതാ ഇങ്ങനെ ഓടിപ്പോകുകയാണ്. മനു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി ലോകത്തിന്റെ തന്നെ ഒരു പുതിയ ലോകക്രമമായി മാറിയിരിക്കുന്നു. ആ ലോകക്രമത്തിലേക്ക് ഇന്ത്യയുടെ, കേരളത്തിന്റെ തന്നെ ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന, ആ ലോകക്രമം കൊണ്ട് കേരളത്തിലേക്ക് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയായി, ഒരു പരിപാടിയായി തന്നെ വേണം ഇന്ന് ആരംഭിക്കുന്ന ഈ രാജ്യത്തെ ആദ്യത്തെ അന്താരാഷ്ട്ര കോൺക്ലേവ്, ഈ പരിപാടി ജനറേറ്റീവ് AI കോൺക്ലേവിനെ വായിച്ചെടുക്കുവാൻ വേണ്ടി ഇന്ന് രാവിലെ 10:30 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുക. ഏറെ നാളത്തെ ഒരു പരിശ്രമത്തിന് ശേഷം ഒരു ലോകക്രമം തന്നെ മാറ്റിയ ഒരു സാങ്കേതിക വിദ്യ, അതിൽ കേരളത്തിന്റെ പങ്കാളിത്തം, അതുകൊണ്ട് കേരളം എന്ത് നേടുന്നു അല്ലെങ്കിൽ കേരളം എന്താണെന്ന് പുറത്തെ അറിയിക്കുവാൻ വേണ്ടി കൂടിയുള്ള കേരളത്തിന്റെ സാധ്യതകൾ, കേരളത്തിന്റെ തലച്ചോറുകൾ എത്ര കരുത്തുറ്റതാണെന്നും ഉള്ള കാര്യങ്ങളൊക്കെ ലോകത്തെ തന്നെ അറിയിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായി എന്തായാലും ഇന്നത്തെ ഈ പരിപാടി, ഇന്ന് ആരംഭിക്കുന്ന ഈ പരിപാടി മാറും എന്ന് ഉറപ്പാണ്. 2 ദിവസമായി ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിലാണ് ഈ ഒരു കോൺക്ലേവ് നടക്കുന്നത്. രാവിലെ 10:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി P. രാജീവ് അധ്യക്ഷത വഹിക്കും. ഈ അന്താരാഷ്ട്ര ഭീമനായ IBMുമായി ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത്. വിവിധ ടെക്നോക്രാറ്റുകൾ, മന്ത്രിമാർ, സാങ്കേതിക വിദഗ്ധർ, വിദ്യാർത്ഥികൾ തുടങ്ങി ഈ മേഖലയിൽ താല്പര്യമുള്ള അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന, ഈ മേഖലയിൽ ഒരു പങ്കാളിത്തം ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗം മനുഷ്യരും ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാന പ്രത്യേകത. ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഒരു രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടി ഒരുപാട് പേർ ശ്രമിക്കുന്ന കാഴ്ചകൾ, അതിൻ്റെ രജിസ്ട്രേഷൻ കൗണ്ടർ ക്ലോസ് ചെയ്തതിന് ശേഷം ആളുകൾ അന്വേഷിക്കുന്ന കാഴ്ചകളൊക്കെയും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്ര ആവേശത്തോടെയാണ് അല്ലെങ്കിൽ അത്ര കൗതുകത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടിയെ ലോകം ഉറ്റുനോക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ 2 ദിവസങ്ങളിലായി വിവിധ സംവാദ പരമ്പരകൾ, വിവിധ സെക്ഷനുകൾ, ഈ ഡെമോൺസ്ട്രേഷനുകൾ അടക്കം ഈ ഒരു സാങ്കേതിക വിദ്യ എന്താണ്, ഇതിൻ്റെ സാധ്യതകൾ എന്താണെന്ന് പുറമെ കാണിക്കുന്ന 2 ദിവസത്തെ പരിപാടികളാണ് എന്തായാലും ഈ ഒരു കോൺക്ലേവിൽ നടക്കുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു തൊഴിൽ സാധ്യതകൾ അല്ലെങ്കിൽ AI തൊഴിൽ സാധ്യതകൾ കുറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ കേരളം ഉറ്റുനോക്കുന്നത് ഈ രംഗത്ത് എങ്ങനെ തൊഴിൽ സാധ്യതകൾ കണ്ടെത്താം എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിൽ കേരളത്തിന്റെ തലച്ചോറുകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ്. അതിലൂടെ കേരളത്തിൽ എങ്ങനെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാം എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഈ AI കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സാങ്കേതിക വിദ്യ കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനാകും, സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഈ സാങ്കേതിക വിദ്യയെ എങ്ങനെ പ്രയോജനപ്പെടുത്താനാകും, ഒപ്പം തന്നെ കേരളത്തിന്റെ ബിസിനസ് സംരംഭങ്ങളിൽ, വ്യവസായ സംരംഭങ്ങളിൽ എങ്ങനെ ഈ സാധ്യതകൾ ഉപയോഗിച്ച് കൂടുതൽ ഒരു ഉൽപാദനം വർദ്ധിപ്പിക്കാനാകും. അത്തരത്തിൽ പുതിയൊരു സാങ്കേതിക വിദ്യ വരുമ്പോൾ അതിൻ്റെ സർവ്വ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വളരെ വലിയൊരു മുന്നേറ്റമാണ്, ഒപ്പം തന്നെ തങ്ങൾ എന്താണെന്ന് കാണിക്കുന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് ഈ 2 ദിവസത്തെ പരിപാടിയിൽ കൂടെ കേരളം കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ സാങ്കേതിക വിദ്യ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയായി മാറിയ, അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ ഒരു മുഖപടമായി മാറിയ ലോകക്രമങ്ങളിൽ, ലോകരാജ്യങ്ങളിൽ, ലോകഭൂപടത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം, ഒപ്പം തന്നെ ഇന്ത്യയുടെ സ്ഥാനം കൂടി അടയാളപ്പെടുത്തുന്ന ഒരു കോൺക്ലേവായി ഈ 2 ദിവസം കൊച്ചിയിൽ നടക്കുന്ന ഈ പരിപാടി മാറും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന പുതിയ മേഖലയിലേക്ക് കൂടി കേരളത്തിന്റെ ചിന്തകളും കേരളത്തിന്റെ സാധ്യതകളും എത്തി നിൽക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ മേഖലയിലും കേരളത്തിന് എന്ത് ചെയ്യാൻ കഴിയും, എങ്ങനെ ഏറ്റവും നൂതനമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് കൂടി കടന്നു ചെല്ലാൻ പറ്റും എന്ന ആലോചനകളും അതിൻ്റെ വികസന സാധ്യതകളും ഒക്കെ ആയിരിക്കാം ഈ കോൺക്ലേവിൽ ചർച്ചയാകാൻ വേണ്ടി പോവുക. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഇത്തരത്തിലൊരു കോൺക്ലേവ് AI-യിൽ സംഘടിപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഓർക്കണം, AI ക്യാമറ സ്ഥാപിച്ചപ്പോൾ കൊട്ട കൊണ്ട് മൂടാൻ വന്നവരൊക്കെ ഉള്ളൊരു സംസ്ഥാനം കൂടിയാണ് നമ്മുടെ കേരളം. അങ്ങനെയുള്ളവരെയൊക്കെ മറികടന്നുകൊണ്ട് തന്നെയാണ് ഈ സംസ്ഥാനം എല്ലാ കാലത്തും മുന്നോട്ട് പോയിരിക്കുന്നത്, ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ മേഖലയിലും അതൊരു പുതിയ തുടക്കമാകട്ടെ, വലിയ സാധ്യതകൾ നമ്മളെ തേടി വരട്ടെ. IBMന്റെ സഹകരണത്തോടെയാണ് ഈ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. IBM എന്ന് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട IT കമ്പനികളിൽ ഒന്നുകൂടിയാണ്.
എത്രയോ മലയാളികളടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യർ പണിയെടുക്കുന്ന ഒരു വലിയ സ്ഥാപനം. അവർ നമ്മുടെ കേരളത്തെ ഒരു പ്രധാനപ്പെട്ട ഹബ്ബായി കണ്ടുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഈ സംസ്ഥാനത്തിൻ്റെ IT സാധ്യതകൾ, AI സാധ്യതകളൊക്കെ എങ്ങനെയാണ് ലോകം കാണുന്നതെന്ന്. നമ്മുടെ നാട്ടിലെ ചിലരും ചില മാധ്യമങ്ങളുമൊക്കെ അത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു എന്നൊരു ദുഃഖസത്യം കൂടി നമ്മുടെ മുൻപിലുണ്ട്. പക്ഷേ അതൊക്കെ ഉള്ളപ്പോൾ പോലും സംസ്ഥാനം അതിനെയൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്.